നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം അവസാനത്തോടെയെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി. എംപിമാർ മത്സരിക്കണോ എന്നത് നയപരമായ കാര്യമെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും മിസ്ത്രി പറഞ്ഞു. കെപിസിസി, ഡിസിസി ഭാരവാഹികളുമായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ ചർച്ച തിരുവനന്തപുരത്ത് തുടരുകയാണ്. എന്നാൽ സീറ്റ് വിഭജനം പോലും ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മാസം അവസാനത്തോടെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് മധുസൂദനൻ മിസ്ത്രിയുടെ പ്രതീക്ഷ. ഇത് രണ്ടാം വട്ടമാണ് സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി മധുസൂദനൻ മിശ്രയും മറ്റ് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും തിരുവനന്തപുരത്തെത്തുന്നത്. കഴിഞ്ഞ വട്ടം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ ഡിസിസി അധ്യക്ഷന്മാരുമായും ഭാരവാഹികളുമായും സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നു മുതൽ 2 ദിവസം തിരുവനന്തപുരത്ത് തുടരുന്ന മധുസൂദനൻ മിശ്രി മറ്റ് ജില്ലകളിലെ കോൺഗ്രസ് ഭാരവാഹികളുമായി ചർച്ച നടത്തും. അതാത് ജില്ലകളിൽ ആര് സ്ഥാനാർത്ഥിയാവണമെന്നത് സംബന്ധിച്ച് പ്രാദേശിക നേതൃത്വത്തിന്റെ മനസ്സറിയുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കും മുമ്പ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ സീറ്റ് വിഭജനം പോലും ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മാസം അവസാനത്തോടെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് മധുസൂദനൻ മിശ്രയുടെ പ്രതീക്ഷ. Well, we hope to complete the process by end of this month. So that's the reason why we have come to interact with all our leaders, senior people, MLAs, MPs and so on. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്കൊപ്പം മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാന ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളും തുടരും. ഒരാഴ്ചയ്ക്കുള്ളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.